ബിജുവിന്റെ സ്കൂൾ കാലഘട്ടത്തിലാണല്ലേ ആദ്യമായിട്ട് സംഗീതം തുടങ്ങുന്നത്? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് യുവജനോത്സവ പരിപാടികൾക്ക് ചേരുമായിരുന്നു. അപ്പോൾ സമ്മാനം കിട്ടാതെ പോയിട്ടുണ്ട്. സമ്മാനം കിട്ടും. ലളിതഗാനം. ഏതായിരുന്നു അന്ന് പാടിയ? കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം. കാവേരി നിൻ തീരത്തിൽ കലയുടെ പുണ്യം ശ്രീരംഗം. അഗസ്ത്യ ഹൃദയ കമണ്ഡലം നിറയ്ക്കും അമൃത സായുജ്യം നീ അമരവാത്സല്യം. ഇതിന് സമ്മാനം കിട്ടി. ഇതിന് സ്കൂളിൽ സമ്മാനം കിട്ടി. അങ്ങനെ സബ് ജില്ലാ കലോത്സവത്തിൽ ഞാൻ ജില്ലയിൽ പോയി മത്സരിച്ചു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ അവിടെ ഒരു ജഡ്ജ് പറഞ്ഞു ബിജുവിന്റെ നല്ല ശബ്ദമാണ്, ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല, പഠിച്ചിട്ടില്ല. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. അപ്പം അത് പഠിക്കണം ബിജു എന്ന് പറഞ്ഞു. ഈ പഞ്ചാബിൽ പോയത് എന്തിനായിരുന്നു? പിന്നെ അത് കേരള യൂണിവേഴ്സിറ്റി നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് പോയതാണ്. ഗ്രൂപ്പ് സോങ് പാടാൻ പോയി. അതുപോലെ ലൈറ്റ് മ്യൂസിക്കും പാടി. അവിടെ എനിക്ക് 3rd പ്രൈസ് കിട്ടിയായിരുന്നു. ഞാൻ അറിഞ്ഞത് നേരിട്ട് കാണാത്ത ഒരു ആരാധിക ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടു. അതെന്താണ് അങ്ങനെ ഒരു ആരാധന വന്ന കാര്യം എന്താണ്? ചേട്ടാ, ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ ചുമ്മാ കരോക്കയുടെ കൂടെ ഒക്കെ പാടി ഇടാറുണ്ട്. ഒരുപാട് പേര് ഇടാറുണ്ട്. മറ്റ് എഫക്റ്റുകളൊന്നും ഇല്ലാതെ ചുമ്മാ ഇരുന്ന് പാടി. അപ്പൊ അങ്ങനെ മൃദുലേ ഇതാ ധീര സിനിമയിലെ രഘുകുമാർ സാറാണ് സംഗീതം. മൃദുലേ ജയചന്ദ്രൻ സാർ പാടി. അപ്പൊ ഞാനത് എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ ഇത് ഞാൻ പാടിയിട്ടു. അപ്പൊ ഇത് ഈ പറഞ്ഞ വ്യക്തിയുടെ ഫേവറേറ്റ് സോങ് ആയിരുന്നു. ആര്? ഒരു ലേഡിയാണ്. പേരെന്താണ്? പേര് പറയുന്നില്ല. അവർക്ക് മെസ്സഞ്ചറിൽ വന്ന് എനിക്ക് നമ്പർ ചോദിച്ചു. ബിജു ഇത് പി ജയചന്ദ്രന്റെ അതേ സ്റ്റൈലുണ്ട്, ബിജുവിന്റെ വോയിസും പ്രൊണൗൺസിയേഷനും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് നല്ല ഫ്രണ്ട്സായി പാട്ടൊക്കെ പാടി കൊടുക്കും. അങ്ങനെ നല്ല സൗഹൃദമായി. വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ. നല്ല അത്യാവശ്യം നല്ല സൗഹൃദമുണ്ട്. എന്നെ എന്ന് വിളിക്കും. പക്ഷെ ഈ ആദ്യ കോവിഡ് സമയത്ത് അവര് മരിച്ചുപോയി. അയ്യോ, അത് നമുക്കൊരു വലിയ വിഷമമായി പോയി. അങ്ങനെയാണ്. അപ്പം അവരുടെ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, നമ്മളോട് പറഞ്ഞിട്ടില്ല. എൻ്റെ ഈ പാട്ടിനോടാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അവർക്ക് വേണ്ടി ഞാൻ ആ ധീര സിനിമയിലെ ആ ഗാനം ഒരു 4 വരി. മൃദുലേഹിത ഒരു ഭാവ ഗീതമിതാ നിന്റെ മിഴിത്തൻ നീലിമയിൽ നിന്നു ഞാൻ മയങ്ങി. മൃദുലേഹിത ഒരു ഭാവ ഗീതമിതാ. ഈ കുട്ടി എത്ര വയസ്സുണ്ടായിരുന്നു? എന്നേക്കാൾ മൂത്തമാണ്. അപ്പം ഞാൻ അറിഞ്ഞത് ഒരു ചെറിയ വികലാംഗയൊക്കെ ആയിരുന്നു. ഒരു വീൽ ചെയറിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. കോവിഡ് വന്നപ്പോഴത്തേക്ക് അത് വല്ലാണ്ട് ബിജുവിനെ അതൊരു നല്ല വിഷമമായിരുന്നു സ്വാഭാവികമായിട്ട്. പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലേ. അപ്പൊ അവസാനമായിട്ട് എന്തായിരുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? അവസാനമല്ല, ബിജു എന്നും പാടണം, പ്രാക്ടീസ് ചെയ്യണമെന്നേ പറഞ്ഞുള്ളൂ. എന്നെ അങ്ങനെ ഓരോട്ട് പുകഴ്ത്തൊന്നുമില്ല. ബിജുവിന്റെ പാട്ടിൽ വളരെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ശബ്ദം നല്ലതാണ് എന്ന് പറയും.